ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. ഓഫീസ് കഴിഞ്ഞപ്പോൾ കുറച്ചധികം സമയം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ വെറുതെ ഇരുന്ന് ഫോൺ കളിച്ച് കളയണ്ടെന്ന് കരുതിയിട്ട് ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗ് എടുക്കാന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അത് കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി മോട്ടിവേഷനാണ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കാര്യമായിരുന്നു ക്ലീനിങ്. മൺഡേ ടു സാറ്റർഡേ ഓഫീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനും നേരം കിട്ടാറില്ല. ആകെ ഒരു സൺഡേ ആണ്, അത് ക്ലീനിങ്ങിന് മാത്രമായിട്ട് പോകുന്ന ഒരു ദിവസമായതുകൊണ്ട് ഞാൻ കരുതി അതിന് മുന്നേ തന്നെ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺഡേ കുറച്ച് നേരം വെറുതെ ഇരിക്കാമല്ലോ. റൂം ക്ലീൻ ആക്കുന്ന പ്ലാൻ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ കരുതിയത് ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കണം. കുറേ ദിവസമായി ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കിയിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കി വന്നപ്പോൾ തന്നെ കുറേയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയ പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു കേട്ടോ. നമുക്ക് നിലവിലിപ്പോൾ ഒരു കംഫർട്ടറേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ കംഫർട്ടർ ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തേക്കാണ്. ഇതുവരെയായിട്ടും കിട്ടി. അത് കഴിഞ്ഞ് മിറർ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഓഫീസിലേക്ക് രാവിലെ പോകുമ്പോൾ ഒരു ഹർബറി ആയതുകൊണ്ടൊക്കെ അതുപോലെ വെച്ചിട്ടാണ് പോവാറ്. അപ്പോൾ അതൊക്കെ വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരതാ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. നമുക്കിന്ന് 2 പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ഒന്ന് മീഷോ. ഫസ്റ്റ് വൺ ഈസ് മീഷോ എന്ന് വന്ന ഒരു ബാഗ് ആട്ടോ. കുറേ ഞാൻ ഈ ഒരു സൈഡ് ബാഗ് വാങ്ങിക്കാൻ വിചാരിക്കുന്നത്. വെറും 192 രൂപ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു ബാഗിനുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് അത്രയും ചെറിയ പ്രൈസിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത്, പക്ഷെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. ആ പൈസയൊക്കെ ഇത് വെർത്താണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഒരു അടിപൊളി പാൻറ്റാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ അത്യാവശ്യം നല്ല സെയിൽ നടത്തുള്ള ഒരു അടിപൊളി പാൻറ്റാണ്. നല്ല ലൂസ് ഫിറ്റിൽ എടുക്കുന്ന ഒരു ട്രൗസർ. ഇതിന് ഒരു 495 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെയൊക്കെ വാർഡ്രോപ്പിൽ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ട ഒരു ഷെയ്ഡും കൂടിയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ആ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത്, സ്കിൻ കെയർ പറയാൻ മാത്രമൊന്നുമില്ല. മിനിമലിസ്റ്റിന്റെ ഒരു ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു മിനിമലിസ്റ്റിന്റെ സിറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ റിവ്യൂ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയാം. എല്ലാം കഴിഞ്ഞിട്ട് ടു ഡു ലിസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. സോ ദാറ്റ്സ് മൈ വ്ളോഗ്.